നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നതിനിപ്പം മൂപ്പർക്ക് കുഴപ്പം പറയുന്നില്ല. പ്രാവശ്യത്തെ പ്രസംഗത്തിന് എന്താ പറയുക? നിങ്ങൾ പ്രത്യേകം പുണ്യം നിശ്ചയിക്കുന്നു, ക്രമം നിശ്ചയിക്കുന്നു, എണ്ണം നിശ്ചയിക്കുന്നു, അവിടെയാ പ്രശ്നം. എന്നാ പിന്നെ മൗലവി ഞങ്ങൾ 4444 ഞങ്ങൾ എണ്ണം നിശ്ചയിക്കുമ്പോ നിങ്ങൾ 4443 ചൊല്ലിക്കോ. ഞങ്ങൾ പറയുന്ന എണ്ണങ്ങൾ ചെല്ലണ്ട, എണ്ണത്തിലല്ലേ നിങ്ങൾ കുഴപ്പോ. പിന്നെ ഞങ്ങൾ സമയം നിശ്ചയിക്കുന്ന പ്രശ്നം, ഞങ്ങൾ രാവിലെ ചൊല്ലുമ്പോൾ നിങ്ങൾ വൈകുന്നേരം ചൊല്ലിക്കോ. അല്ല പിന്നെ എന്താ നിങ്ങളെ പ്രശ്നം? ടൈം ടേബിൾ ഉള്ളതാണോ പ്രശ്നം? എന്നാ മൗലവി നിങ്ങളെ കോളേജിലും മദ്രസയിലൊക്കെ ടൈം ടേബിൾ ഇല്ലേ? സമയം നിശ്ചയിച്ച് ഖുർആൻ ഓതുന്നില്ലേ? 15 മിനിറ്റ് കുട്ടികൾ രാവിലെ ഖുർആൻ ഓതണം പാസ്സാക്കുന്നില്ലേ? അങ്ങനെ റസൂലുള്ള 15 മിനിറ്റ് പാസ്സാക്കിയിട്ടുണ്ടോ? ടൈം ടേബിൾ ഉണ്ടോ? റസൂലുള്ള ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതിനൊന്നും മറുപടി പറയാതെ നിങ്ങൾ എവിടത്തേക്കാ പോകുന്നത് മൗലവി? ഏതായാലും നിങ്ങൾ സ്വലാത്ത് അംഗീകരിച്ചല്ലോ. ഏതായാലും നിങ്ങൾ സ്വലാത്ത് അംഗീകരിച്ചല്ലോ. നാരിയ സലാത്ത് ഇപ്പൊ അംഗീകരിച്ചു. പാക തർക്കത്തിലുള്ള എത്രയെ ചൊല്ലണ്ട്? നിങ്ങൾ 4444 ചൊല്ലുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോ? 4443 ചൊല്ലിക്കോന്നു. അപ്പൊ സമയം എണ്ണം നിശ്ചയിക്കുന്നതിന് നമുക്ക് എതിർപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പറയണ് 4443. അത് എണ്ണല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് എണ്ണം പറയാ. സമയം നിശ്ചയിക്കുന്നതിനാ തകരാറ്. ഞങ്ങൾ രാവിലെ അല്ലെന്ന്, ഞങ്ങൾ വൈകുന്നേരം ചൊല്ലിക്കോ. അപ്പൊ അതൊരു സമയമല്ലേ? അപ്പൊ നിങ്ങൾ സമയം നിശ്ചയിച്ചു തരാ. ഇവിടെ അതൊക്കെയാണോ തർക്കം? കേട്ട എല്ലാവർക്കും അറിയാം. നിങ്ങൾ അത് പറയാൻ എന്താ കാരണം എന്നറിയോ? നിങ്ങൾ വേഗം നാരിയ സ്വലാത്ത് റസൂലുള്ള ചൊല്ലിയിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലിയിട്ടുണ്ടോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ അതിന്റെ കാതലങ്ങ് വിശദീകരിച്ചപ്പോ മൂപ്പര് ചോദിച്ചു, അൽമനാർ വായിച്ചിട്ടുണ്ടോ? വിചിന്തനം വായിച്ചിട്ടുണ്ടോ? ചങ്ങരം കുളത്തിലാണോ സമ്മേളനം നടത്തിയത്? എവിടെയാണ് ഫെസ്റ്റിവൽ നടത്തിയത്? എവിടെയാണ് നിങ്ങളുടെ സാൽവേഷൻ റസൂൽ നടത്തിയിട്ടുണ്ടോ? സിദ്ദീഖുൽ ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ പൊട്ടത്തരം ചോദിച്ചപ്പോ നമ്മളന്ന് മറുപടി പറഞ്ഞു. ഈ സാധുവിന്റെ വിചാരങ്ങളെ ഈ നാരിയ സലാത്ത് എന്ന് പറഞ്ഞ ഒരു അൽമനാർ പോലെ അല്ലെങ്കിൽ ഒരു വിചിന്തനം പോലെയൊക്കെയാണല്ലേ? വളരെ കൃത്യമായിട്ട് മറുപടി കൊടുത്തരാ. എന്താ അന്ന് കൊടുത്ത മറുപടി എന്ന് കേട്ടോളൂ. പൊട്ടത്തരാ പറഞ്ഞത് മുഴുവൻ പൊട്ടത്തരാ. എന്താ പറഞ്ഞത്? അൽമനാർ നബി വായിച്ചിട്ടുണ്ടോ? സഹാബത്ത് വായിച്ചിട്ടുണ്ടോ? ഷഫീ ഇമാമിന് പരിചയമുണ്ടോ? വിചിന്തനം എന്നൊക്കെയല്ലേ പറഞ്ഞത്. അപ്പൊ സഹോദര ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങളുടെ നാരിയ സലാത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു വിചിന്തനമായി അല്ലേ? വിചിന്തനം ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞോ സഹോദര? എവിടെയെങ്കിലും പറഞ്ഞോ അൽമനാർ ഇത്ര തവണ വായിച്ച് തീർത്താൽ നിങ്ങൾക്ക് ജോലി കിട്ടും? വിചിന്തനം ഇത്ര തവണ സുബഹിക്ക് ശേഷം 4444 പോകട്ടെ, ഒരു 4 വട്ടം വിചിന്തനം നിങ്ങൾ കൃത്യമായിട്ട് സുബഹിക്ക് ശേഷം മുടങ്ങാതെ പാരായണം ചെയ്താൽ എല്ലാ ഹാജത്തുകൾക്കും അത് വീട്ടാൻ അത് മതി എന്നിവിടെ ഞങ്ങൾ പറഞ്ഞോ? അൽമനാർ എന്താണ് ഈ സാധനത്തിന് തിരിഞ്ഞില്ല, വിചിന്തനം എന്താണ് തിരിഞ്ഞില്ല, ഇസ്ലാഹ് എന്താണ് തിരിഞ്ഞില്ല, ഒന്നും തിരിഞ്ഞില്ല. തിരിയായ്മയിൽ എന്നുള്ള ചോദ്യം പിന്നെയും ചോദിക്കാണ്. ഇവിടല്ലേ എല്ലാ ആളുകൾക്കും നമ്മളെന്താ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചോദ്യം ഇതൊക്കെ മാറ്റി വേറൊരു കോലത്തിലാക്കുക. മറുപടി ഒന്നും പറയാനില്ല.